ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളെ യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, യാഗത്തിന് മനസ്സുവയ്ക്കാതെയും തടസ്സത്തിൽ ചെയ്യാതെ ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കും. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കും. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. റോസ് ഹൗസ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ഭവനത്തിലും ഇതിൽ പാർക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ ഭവനത്തിൽ പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നവർക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 33-ാമത്തെ പാട്ട് പാടിക്കൊണ്ട് ഈ ഭവനത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. മഹാകാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, ഇന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ഭവനത്തിന്റെ ഈ മുറിയിൽ അവിടുത്തെ തിരുനിവാസം കൂടെ ഇരിക്കണമേ. ഈ പ്രിയ മക്കളുടെ നിദ്രയെ അവിടെ അനുഗ്രഹിക്കണമേ. നിദ്ര ചെയ്ത് എണീക്കുമ്പോൾ പുതുശക്തിയോടുകൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ. ഇവിടെ വെച്ചുള്ള എല്ലാ കാര്യങ്ങളെയും നീ അനുഗ്രഹിച്ചു നൽകണമേ. ഓരോ നിദ്ര കഴിയും തോറും ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വഴിയും സത്യവും ജീവനും ഇവനേ, അവനാരിൽ വരുവിൻ വഴിയും ആശ്വാസമേ അവൻ. ചുമടൊഴിച്ചവൻ മഴയും മഞ്ഞും പെയ്യുമ്പോഴുള്ളിൽ കൃപ പൊഴിയുമേ. മേഘത്തൂണിൽ നിന്നു പാടി സ്തുതി
വേട്ടക്കാരന്റെ കടിയിൽ നിന്ന് നാശകരമായ മഹാമാരിൽ നിന്ന് പിടിവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസുഖത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവിന്റെ തിരുനാമത്തിൽ ഈ ഭവനത്തെ പ്രതിഷ്ഠിക്കുവാനും പ്രാർത്ഥനയോടെ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് ഈ ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഈ മുറിയിൽ കടന്നു വന്ന ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ദൈവമേ, അങ്ങയുടെ ദിവ്യമായിരിക്കുന്ന സാന്നിധ്യം ഈ മുറിയിൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്മ ശക്തികളിൽ നിന്ന് വിടുവിക്കുകയും കർത്താവിന്റെ അനുഗ്രഹവും കൃപയും കാവലും കൂടെ ഇരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ദൈവമേ, പകലിലെ അധ്വാനത്തിന് ശേഷം ഈ മുറിയിലായിരുന്നു കൊണ്ട് ശാന്തമായി വിശ്രമിക്കുവാൻ, സുഖകരമായിട്ടുള്ള നിദ്ര അവർക്ക് ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണം. യാക്കോബ് സ്വർഗീയമായിരിക്കുന്ന ദർശനങ്ങൾ കണ്ടതുപോലെ സ്വർഗീയമായിരിക്കുന്ന ദർശനങ്ങൾ കണ്ട് സമാധാനത്തോടുകൂടെ വിശ്രമിച്ച് പ്രഭാതത്തിൽ പുതുശക്തിയോടുകൂടെ ഉണർന്ന അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കാരുണ്യവാനായ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യ സമാധാനം നൽകണം. സ്വർഗീയ ദൂതന്മാരാൽ സംരക്ഷിച്ച് കാത്തുകൊള്ളണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. മണ്ണും വെണ്ണും പടച്ചവനെ മാനുവേലേ, നന്ദനനെ പര നന്ദനനെ മായി നന്ദനനെ രാജ നന്ദനനെ നന്ദിയോടു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ വേല മണലിൽ വേലി നീ ചവിട്ടും, ബാലസംഘത്തെ പെരുമ്പാമ്പെ നീ കത്തിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിളിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരം വരുള്ളൂ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിളിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവനെ കാണിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹത്തിൻ്റെയും ശാശ്വത ഉറവിടമായിരിക്കുന്ന കർത്താവേ, ഈ ഭവന പ്രതിഷ്ഠയുടെ കർത്താവെ, ഈ അവസരത്തിൽ ഞങ്ങൾ ഈ അടുക്കളയിൽ പ്രവേശിച്ചുകൊണ്ട് ഈ മുറിക്കായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും കൂടി അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തികളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം, ഈ ഭവനത്തിലെ അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന പോഷണത്തിന് വേണ്ടി ഈ മുറി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്റെ മക്കളുടെ കർത്താവെ ശരീരത്തിന് ശക്തിയാകുവാൻ, രോഗത്തിന് കർത്താവെ മതിയായിരിക്കുന്നത് ഈ ആഹാരത്തിലൂടെ ലഭിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കലത്തിലെ മാവ് തീർന്നു പോകാതെ, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ സമൃദ്ധിയായിട്ട് കർത്താവിന്റെ ദിവ്യമായ കൃപ കൊണ്ട് ഈ ഭവനത്തെ പോഷിപ്പിക്കുവാൻ സഹായിക്കണമേ. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ധനങ്ങളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ, പ്രയാസങ്ങളൊന്നും കൂടാതെ വണ്ണം ഏറ്റവും സുരക്ഷിതമായിട്ട് ആഹാരം രുചികരമായിട്ട് പാചകം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷ അംശങ്ങളിൽ നിന്നും മറ്റ് പ്രതികൂലങ്ങളിൽ നിന്നും എതിർശക്തികളിൽ നിന്നും എല്ലാവിടുന്ന് വിടുവിച്ച് അവിടുന്ന് കാക്കണമേ. സംഭരണശാലകൾ നിത്യവും കർത്തായി പ്രിയമുള്ളവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് നിറയുവാൻ സഹായിക്കണമേ. എല്ലാ നന്മകളാലും അവിടുന്ന് പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗീയമായ മന്ന ഞങ്ങൾക്ക് തന്ന് അവിടുന്ന് പോഷിപ്പിക്കുന്നു എന്നുള്ള അവബോധത്തോടുകൂടെ ഞങ്ങൾ ഈ ലോകത്തിൽ അവിടുന്ന് തരുന്ന ദാനങ്ങൾ പ്രാപിച്ചുകൊണ്ട് അങ്ങേക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതിന് പ്രത്യേകിച്ച് ഈ മുറി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
ഹല്ലേലൂയ പാടി കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഈ വായിച്ചു കേട്ട തിരുവചനങ്ങളിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം ഈ പാഠത്തിന് ലഭിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റെല്ലാം അപ്പോസ്തല വിശ്വാസമാണ്. സർവശക്തിയുള്ള
പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിൽ നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിൽ പ്രിയരെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഭവന പ്രതിഷ്ഠ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള വിൽപ്രടച്ചൻ, ശാലോം പ്രകാശച്ചൻ, ഈ ഭവനത്തിലെ കുടുംബാംഗങ്ങളെ, അവരുടെ ബന്ധുപുത്രാദികളെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഈ ഭവനവാസികളെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ജീവിതത്തിൽ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഇപ്രകാരം ഒരു ഭവനം നിർമ്മിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഈ ഭവനത്തിലെ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ നാളുകളിലൊക്കെ ശാരീരികമായി വളരെ ക്ഷീണാവസ്ഥയിൽ ആശുപത്രിയിലൊക്കെ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ചികിത്സയെ തുടർന്ന് ഭവനത്തിൽ വിശ്രമാവസ്ഥയിലാണ്. ഈ നാളുകളിൽ തന്റെ ആഗ്രഹം പോലെ, മക്കളുടെ ആഗ്രഹം പോലെ ഇന്ന് ഈ ഭവനത്തെ പ്രതിഷ്ഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അദ്ദേഹത്തിന് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി ഞാൻ ദൈവനാമത്തിന് സ്തുതിയും സ്തോത്രവും നമുക്ക് അർപ്പിക്കുന്നു. കർത്താവിന്റെ കരുണയും കൃപയും ഈ എളിയ മക്കളോട് കൂടെ ഇരിക്കട്ടെ. റോസ് ഹൗസ് എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ഈ ഭവനത്തിൽ ഇന്നു മുതലുള്ള അവരുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായി അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സെന്റ് പീറ്റർ CSA നാലാഞ്ചിറ സഭയിൽ ഒരു ഭവനം കൂടെ രൂപീകൃതമായതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ഇഹലോക ജീവിതത്തിൽ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് പാർക്കുവാൻ ദൈവ മനോഹരമായ ഭവനം ദാനമായി നൽകുന്നു. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണോ എന്ന് തിരുവെഴുത്ത് തന്നെ നാം ഓർമ്മപ്പെടും. അല്പകാലം ഈ ലോകത്ത് മനുഷ്യരായിരിക്കുന്ന നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഈ ജീവിതത്തിന് ശേഷം നിത്യമായ കൈപ്പണിയല്ലാത്ത ഒരു പാർപ്പിടം സ്വർഗത്തിൽ നമുക്കായി ഒരുക്കുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ താൽക്കാലികമായ പാർപ്പിടത്തിൽ വസിച്ചുകൊണ്ട് ആ നിത്യമായ പാർപ്പിടത്തിലേക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിക്കുന്നത്. ഈ ലോകത്തിലെ പല ഭാഗങ്ങളിൽ എത്രയോ ആളുകൾക്ക് കിടക്കുവാൻ വീടില്ലാതെ കഷ്ടപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിലൂടെയൊക്കെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് എത്രയധികം ദൈവം നന്മ തന്നിരിക്കുന്നു. ദൈവികമായിട്ടുള്ള ഏകലോകപരമായിട്ടുള്ള നന്മകൾ വളരെയധികം ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്ന് ഓർക്കുന്നതിന്, അതെല്ലാം ഓർമ്മിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം ഒരു ആരാധനയുള്ള, പ്രാർത്ഥനയുള്ള ഒരു ഭവനമായി തീരാൻ നിങ്ങൾ പരിശ്രമിക്കുക. ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുക. എപ്പോഴും ദൈവത്തിന്റെ സ്തുതി സ്തോത്രങ്ങൾ കരയേറ്റിക്കൊണ്ട് ദൈവത്തിന് മഹത്വകരമായി, ദൈവനാമത്തിന് സ്തുതിക്ക് മഹത്വത്തിനുമായി സമർപ്പണത്തോടുകൂടി ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പർക്ക് ലേഖനം എഴുതിയ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ സർവ്വ നന്മകളും നൽകുന്ന ദൈവത്തോട് ഹൃദയപൂർവ്വം യാചിക്കുവാൻ, അപേക്ഷിക്കുവാനുള്ള ആഹ്വാനമാണ് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ, രോഗദുരിതങ്ങളുടെയും പ്രതികൂല ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പതറിപ്പോകാതെ സന്തോഷത്തോടെ, സമചിത്തതയോടെ, ദൈവാശ്രയത്തോടുകൂടി ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാനും മറക്കാതെ ആ ഒരു അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ. അങ്ങനെ പ്രതിസന്ധികൾ തരണം ചെയ്ത് എപ്പോഴും സന്തോഷത്തോടെ, ഏത് ജീവിതാനുഭവത്തിലും സന്തോഷത്തോടുകൂടെ നിങ്ങൾക്ക് കഴിയുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സഭയുടേതായിട്ടുള്ള എല്ലാ നന്മകളും, അനുഗ്രഹങ്ങളും, ഭാവുകങ്ങളും ഞാൻ ഈ സമയം നിങ്ങൾക്കായി ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ശാലോം പ്രകാശൻ മഹാകാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, ജീവിതത്തിന്റെ വൈകിയ വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, എന്ന് പ്രഭാതം ആരംഭിച്ച് ഈ സമയം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തിയതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ ദിനം പ്രതി അവിടെ നൽകി ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ മഴ നൽകി മറ്റെല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർക്കുന്നു.
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവം നൽകിയ ദാനമാണെന്ന് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നന്ദിയോടെ ജീവിക്കുവാനും ഇനിയും ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും കൃപ ചെയ്യണം. ദൈവമേ, ഇന്നിവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഭവനത്തിനായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. മനോഹരമായ ഒരു ഭവനം ഉറപ്പോടുകൂടെ പണിത് അത് ദൈവനാമത്തിൽ പ്രതിഷ്ഠിച്ച് അത് പാർക്കുവാൻ തക്കവണ്ണം ഈ പ്രിയ മക്കൾക്ക് അവിടുന്ന് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ഇതിൻ്റെ പണി ആരംഭിച്ചത് മുതൽ ഇതുവരെയും ദൈവകൃപ കൂടെ ഇരുന്നു. ഈ ഭവനം പണിയുന്നതിനുള്ള ആലോചനകൾ ദൈവം നൽകിയതിനായി സ്തോത്രം. ദൈവമേ, അത് ആരംഭിച്ചതുവരെയും യാതൊന്നിനും കുറവില്ലാതെ എല്ലാ നന്മകളാലും സാമ്പത്തിക കാര്യങ്ങൾ, അത് പണിയുന്നവർ, അതിൻ്റെ ആവശ്യത്തിന് അവരുടെ കടന്നുവരവ്, മറ്റു സാധന സാമഗ്രികളുടെ ലഭ്യത എല്ലാം ദൈവം അനുഗ്രഹിച്ച് നൽകിയതായി സ്തോത്രം. ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ ബെത്ലഹേമിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചതുപോലെ ഇവിടെ പണിത എല്ലാവരും അപകടരഹിതമായി അവർക്ക് പണിയുവാൻ ദൈവം കൃപ ചെയ്തതായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ മക്കൾ ഇവിടെ പാർക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത ശ്രേഷ്ഠമായ അനുഭവങ്ങളെ ദിനം പ്രതി ഓർത്ത് അണിയോടെ പാർക്കുവാൻ കൃപ ചെയ്യുന്നു. ഈ ഭവനത്തിന്റെ നേതൃത്വം നൽകുന്നവന് പ്രത്യേകിച്ച് ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, ചില നാളുകളായ രോഗത്തിന്റെ പ്രയാസത്തിലാണെങ്കിലും ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകി ഞങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഈ സന്തോഷത്തിന് പങ്കുകൊള്ളുവാനുള്ള ദൈവം പ്രവേശിപ്പിക്കുക. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്നവരെക്കാളും സഭയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ ദൈവനോടുള്ള കൃപ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വലിയ ദാനം അനുഭവിക്കുവാൻ അതിനോട് കൃപ ചെയ്തു. ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ സഹായിച്ചതിന് ദൈവം പ്രിയമാന്റെ ഭവനത്തെയും അവിടുന്ന് പണിയുന്നതിനായി സ്തോത്രം. ദൈവം ഇനിയും കരുണയോടെ കാത്തുകൊള്ളാൻ സ്തോത്രം. മക്കളെ ദൈവിക എഴുന്നേൽക്കാൻ ഭവന കാര്യങ്ങൾ അന്വേഷിച്ചതിന് ആവശ്യമായ ബുദ്ധിയും ആരോഗ്യം നൽകണം. ഭവനത്തിനായി നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അവർ നൽകുന്നു. രണ്ട് മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠന കാര്യങ്ങളിലെല്ലാം ദൈവം കൂടെ ഇരുന്ന് തുടർന്ന് അവരുടെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കുന്ന യൗവനകാലത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വപരമായി ജീവിക്കുവാൻ, ദൈവഭയത്തോടെ താഴ്മയോടെ ജീവിക്കുവാൻ, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ ദൈവനെ കൃപ ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ജീവിതം, പുതിയ ഭാരതത്തിലുള്ള ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമായിരിക്കുവാൻ കൃപ ചെയ്യണം. ഈ സന്ദർഭത്തിൽ ദൈവമേ, പ്രിയ മക്കളുടെ മാതാപിതാക്കളെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഈ ദേശത്ത് അവർ പാർക്കുകയും ശ്രേഷ്ഠമായ മാന്യമായ ജീവിതം നയിക്കുവാൻ അവർക്ക് കൃപ ചെയ്തുകൊണ്ട് ഈ പ്രിയ മക്കൾ തലമുറകൾ കൈമാറി ദൈവത്തിൻ്റെ മഹത്വകരമായ ജീവിതം നയിക്കുവാൻ, മറ്റുള്ളവരിൽ അവരെ ദൈവമേ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ തക്കോണം അവരുടെ കൃപ പകരണമേ. ദൈവദൂതന്മാർ ഭവനത്തെ കാവൽ ചെയ്യണമേ. ഒരു ദീപം പോലെ ഭവനം പ്രശോഭിക്കുവാൻ കൃപ ചെയ്യണമെന്ന് യാചിക്കുന്നു. ഒരു പ്രാർത്ഥന ഉയരുന്ന ഭവനമായി തന്നെ ബേഥേലിലെ അനുഭവത്തോടുകൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അനുഭവം ഈ ഭൂമിയിൽ ഭവനം പണിയപ്പെട്ട് കോവണിയുടെ അറ്റത്ത് സ്വർഗത്തിൽ ദൈവം വസിക്കുന്ന സ്ഥലത്ത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അനുഭവത്തോടുകൂടെ പ്രാർത്ഥന കൃപ ചെയ്യണം. ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഓരോ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി കരയേറ്റുവാൻ ദൈവമേ കൃപ ചെയ്യണമെന്ന് യാതൊരു. തുടർന്ന് ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നതാണ്. അവർ ഞങ്ങളെ ഉപയോഗിക്കണം. സകല നന്മകളാലും നിറച്ചുകൊള്ളവേ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ അച്ഛന്മാരെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിക്കാം. സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം ഒരുമുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ മനസ്സുകളെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാക്കട്ടെ. അങ്ങനെ പിതാവുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന് അനുഗ്രഹവും സമാധാനവും നമ്മോടെല്ലാവരോടും ഈ ഭവനത്തോടും ഇതിൽ പാർക്കുന്ന അവിടുത്തെ പ്രിയ മക്കളോടും വിശേഷമായിട്ട് ഈ ഭവനത്തിന്റെ പ്രതിഷ്ഠയിൽ കർത്താവെ ഈ സൗഖ്യത്തോടുകൂടെ എത്തുവാനായിട്ട് സഹായിച്ച ഈ പ്രിയ അവിടുത്തെ മകനോട് ഇതുവരെയും സദാകാലത്തോടെ നിൽക്കുമാറാകട്ടെ.
അത് കത്തിക്കാനുള്ളത് കത്തിക്കാനുള്ളത് അങ്ങനെ എവിടെയെങ്കിലും വേറെ കൊണ്ടു വയ്ക്കും. അടഞ്ഞു പോകാതെ അതിന്റെ മൂലയിൽ എവിടെയെങ്കിലും വയ്ക്കും ഒരെണ്ണം. ഒരു ഒന്നിനെ വേറെ വയ്ക്കും ഒരെണ്ണം പേര് വെച്ച് കത്തി ഇത് കത്തുവോ അതെ കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സത്യപിതാവേ, ഈ പുതിയ ഭവനത്തിൽ ഇന്ന് ഞങ്ങൾ പാൽക്കഞ്ഞി ചൂടാക്കി പാചകം ആരംഭിക്കുന്നു. നാഥ, അവിടുത്തെ കരുണയും കൃപയും പകരണം. ശാരീരികമായ പോഷണത്തിനാവശ്യമായ ഭക്ഷണം ഞങ്ങൾ പാചകം ചെയ്യുമ്പോൾ അപ്പൻ്റെ കരുണയും കൃപയും പകരണം. യാതൊരു നന്മയ്ക്കും കുറവരാതെ അങ്ങ് അനുഗ്രഹിക്കണം. ദൈവമേ, ഇവിടെ വിശന്നു വരുന്നവർക്ക് അവരെ പോഷിപ്പിക്കുവാനുള്ള ശേഷിപ്പ് ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. യാതൊരു നന്മയ്ക്കും കുറവരാതെ ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങൾ ആദ്യമായി പാചകം ആരംഭിക്കുന്നു. അപ്പൻ്റെ കൃപയും കരുണയും പകരണം. ഇവിടെ പ്രവർത്തിക്കുന്ന വലിയ ദാസ്യം ബലപ്പെടുത്തണം. ദൈവാത്മാവിനാൽ ശക്തീകരിക്കണം. തീ കൊണ്ടുള്ള ആപത്ത് അനർത്ഥങ്ങൾ ഒന്നും വരാതെ സ്വർഗീയ ദൂതന്മാരാൽ സംരക്ഷിച്ച് കാത്തുകൊണ്ട് മാനവമെല്ലാം നേടി യേശുവിൻ നാമത്തിൽ തന്നെ. അല്ലെങ്കിൽ പോയി മക്കളെ കണക്കല്ലേ പൈസ തരാം. ഞാൻ പൈസ തരാം. തീ അണക്കാണ്